പ്രൈസ് ലോർഡ്. ഇന്നൊരു ദിവസം കൂടി ഒരുക്കി തന്ന ഈശോയെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്നൊരു ദിവസം കൂടി കർത്താവിൻ്റെ വചനം പറയാൻ കഴിഞ്ഞ ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ തിരുവചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി തീരുവാൻ ഞാൻ അപ്പനോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും മാറി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 55 സങ്കീർത്തനം 22 തിരുവചനം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ആമേൻ. കർത്താവ് പറയുകയാണ് ഇവിടെ, നമ്മുടെ ഭാരങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ എൻ്റെ മേൽ വെച്ചുകൊള്ളുവാൻ. അവിടുന്ന് പറയുന്നില്ല നാം ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കാൻ, നാം അല്ലെങ്കിൽ അത് തലയിൽ വെച്ച് നടക്കാൻ അവിടുന്ന് പറയുന്നില്ല. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാ. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവൻ്റെ നെഞ്ചോട് ചേർത്ത് അത് കൊടുക്കുവേൻ. അവിടുന്ന് നിങ്ങളെ അത് കരുതിക്കൊള്ളും. അവിടുത്തെ തിരുരക്തം ഒരുക്കിയത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ തിരുരക്തത്താൽ നമ്മുടെ എന്താവശ്യങ്ങളും അവിടുന്ന് നടത്തിത്തരും. കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുകൊണ്ടാണ് ക്രൂശിലേറിയത്. നമുക്ക് വേണ്ടിയാണ് ആ തിരുരക്തം ചൊരിഞ്ഞത്. നമ്മുടെ എല്ലാ വേദനകൾ എന്തു തന്നെ ആയിക്കോട്ടെ അവിടുത്തെ തിരുസന്നിധിയിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ സഹായിക്കും. മനുഷ്യന്റെ കയ്യിൽ കൊടുത്താൽ ചിലപ്പം നമുക്ക് ടെൻഷനുകൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിൽ കൊടുത്ത് അവിടുന്ന് നിങ്ങളെ സഹായിക്കും. ഇന്നൊരു ദിവസം കൂടി തന്ന ഈശോയ്ക്ക് എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.